നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പിള്ളേർ എല്ലാത്തിനെ അഴിച്ചു വിട്ട് എല്ലാം ഓടി കളിക്കുക. വെള്ളയുടെ വിരലിത്തരം കണ്ടോ? അവൾ 4 പാടും അഴിച്ചു വിട്ടപാടെ ഓടുക. സന്തോഷം കൊണ്ട് അവൾ ഓടി കളിക്കട്ടെ. പന്ത് തട്ടി കളിക്കാൻ വിളിച്ചിട്ടൊന്നും സമയമില്ല, അതിനൊന്നും സമയമില്ല. തിരക്കായണ്ട് രണ്ടെണ്ണം കൂടെ കിടന്ന് ഓടുക. അസിയും കുശുമ്പും പെരുത്ത് നിൽക്കുന്ന നോക്കും. ഒരാളിനെ പിടിക്കുമ്പോൾ അടുത്ത ആൾ വന്ന് ഇടങ്കോലിടുക. ഇതെല്ലാം ഭയങ്കര വരണ്ടി. നിൽക്കാനും സമയമില്ല. കിട്ടിയ സമയം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഇന്നലെ ഇട്ടുകൊടുത്ത തുണികളാണ് എല്ലാം വലിച്ചേരി കളഞ്ഞു. പിങ്കിയും കൂടെ ഒന്ന് അഴിച്ചുവിടാം, അവളെയും കൂടെ അഴിച്ചുവിടാം. അത് വന്നറിയാമല്ലോ, അഴിച്ചുവിടാൻ പറ്റത്തില്ല. ഇത് എല്ലാം കൂടെ കടിയിടും. അതാ രസം. സമയം കിട്ടിയ ഓടുകയും ചെയ്യും. പിങ്കിയോട് എന്തായാലും ഒന്ന് അഴിച്ചുവിട്ട് നോക്കാം. ഒത്തിരി ആളായില്ല, ആളെ ഫ്രീ ആക്കി വിട്ടു പോകാം. ഒരു പരുവം ഓടിക്കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡോൺ ആരാണ്ട് പിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പില്ല. അതിലെ കൂടെ ആരാണ്ട് പോയി അവരെ പുറകിന് പോവുക. ബാക്കി ആർക്കും സമയമില്ല. അവനാണ് കാരണം. അവനെ നോക്കുക. നമുക്ക് പിങ്കിച്ച് അഴിച്ചുവിട്ട് അതിൻ്റെ പുറകിന് അടക്ക് വരുത്തി അവളങ്ങോട്ട് പോകുന്ന. അവിടെ നിന്ന് കടി മേടിക്കാനാ, വേറെ ഒന്നുമല്ല. അവിടെ ഇവിടെ അടക്കുകയും ചെയ്യും, അവളെടുത്തിട്ട് കടിക്കുകയും ചെയ്യും. നല്ല കടിയാണ് കൊടുക്കുന്നത്. പോയിട്ട് വന്നിടക്കാൻ ഇപ്പം ഭയങ്കര രണ്ടെണ്ണവും കൂടെ. പിങ്കി ഭയങ്കരമായിട്ട് അവളോട് ദേഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അവരുടെ കൂട്ടി കയറിയിരിക്കുക. എല്ലാം വന്ന് കാര്യവിവരമൊക്കെ ചോദിക്കുന്നു. അവിടെ കൂട്ടി കയറിയിരിക്കുന്നത് എന്താണെന്ന് നോക്ക്. എല്ലാം വന്നിരുന്ന് നോക്കുന്നുണ്ട്. ദയനീയമായിട്ട് അവൾ നോക്കുന്നു. എന്താ ചോദിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് കൂടില്ല, ഞാനിവിടെ നിന്നിരിക്കുവാണ്. അതിന് അവൾ വന്ന് വേളമൊക്കെ വെക്കുന്നുണ്ട്. കൂട്ടിക്കയറി ഇരുന്നതിന് വേണ്ട. പിങ്കിച്ച് വരണം. ശ്രീജയമ്മയുടെ അവിടുത്തെ പോച്ചയൊക്കെ പിഴുത് കളയണമെങ്കിൽ അവളാണ് വന്ന് ഇതെല്ലാം പിഴുത് കളയുന്നത്. വെല്ലയും കൂടി നോക്ക്. വെല്ല വലിച്ചു പറിച്ചെടുക്കുന്ന നോക്ക്. ഡോണും കൂടി. 3 പേരും കൂടെ മക്കളുമാർ 3 പേർ ശ്രീജയമ്മയിലൊക്കെ പോയിരിക്കുന്നു നോക്കും. വേറെ എത്രയും സ്ഥലം ഉണ്ടായിട്ടും 3 കൂടെ അവിടെ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അവർക്കും അറിയാം സംഭവങ്ങളൊക്കെ. പിങ്കി അത് മൊത്തം വൃത്തിയാക്കാതെ അവിടുന്ന് മാറത്തില്ല. എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നാലും ആ ഓട്ടം തീർന്നില്ല. വിരലി പിടിച്ചുള്ള ഓട്ടോ കണ്ടില്ലേ? പിള്ളേരെല്ലാം അവിടെ വന്ന് ശ്രീജയമ്മയോടൊക്കെ വന്ന് നിൽക്കുക. ചുമ്മാ ആണ്ട കൂടിന് വലത്ത് വെച്ച് ഓടുന്നു നോക്കുള്ളൂ. 4 പാടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓട്ടം ഓടി ഒന്ന് ക്ഷീണിച്ച് വരണം. അതിനാണ് പിങ്കിച്ച് നിർത്തിയില്ല. അവളത് മൊത്തം പുല്ലും കടിച്ചു പറിച്ച് കളഞ്ഞിട്ടേ വരുത്തുള്ളൂ. ഡോണിന് ബെല്ലയുടെ ബെൽറ്റ് എടുത്ത് ഡോണിന് ഇട്ട് കൊടുക്കുന്നുണ്ട് മോനെ. ബെല്ലയുടെ കഴുത്തെ വേറൊരു കിടപ്പുണ്ട്, അതുകൊണ്ട് ഡോണിന് എടുത്തിട്ട് കൊടുക്കുക. കഴുത്തമർത്തിയാണ് ഇട്ടുള്ളത്. അവനങ്ങനെ നിന്നുകൊണ്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവനവനെ പൊക്കിയെടുത്ത് മറിച്ചിട്ട് പോകുന്നത്. ഞാൻ കയറി കൂട്ടിലിരുന്നതിന് അവൾ കയറി അങ്ങ്.
ഞാൻ മരുന്ന് എന്തായാലും അയലത്തേർക്കൊക്കെ അറിയാൻ പറ്റും. ആ സമയത്ത് വെള്ളവും വെപ്രാളവും ഒക്കെ നല്ലപോലെ എല്ലാവർക്കും അറിയാൻ പറ്റും. വന്നെന്നൊന്നും അവർക്ക് മനസ്സിലാവും. പിന്നെ പങ്കി ഇതെല്ലാം നോക്കിയിരിക്കും. എല്ലാവരും ഇവിടെ ഇല്ലയോ, അവിടെ അടുക്ക ആരും ഇല്ലല്ലോ, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വിളിക്കുക പങ്കി. ഡ്രോണിൻ്റെ പകുതിയേ ഉള്ളൂ തോന്നുന്നു. വെല്ലയിൽ വെയിറ്റ് പൊക്കവും എല്ലാം കുറവാണ്. പിങ്കിച്ച് ഇതുവരെ അവിടെ നിന്ന് മാറിയില്ല. അവളത് ക്ലീൻ ചെയ്യാതെ അവിടെ നിന്ന് മാറത്തില്ല. വെല്ലയും കൂടാൻ ചെന്നിട്ടുണ്ട്. വെല്ല അടങ്ങിയെങ്കിലും ഇരിക്കത്തില്ല. നമ്മളടക്കം വന്നാലും ദേഹത്തി ആടി കയറുക, അങ്ങനെയുള്ള കലാപരിപാടികളാണ് അവിടെ ഇതിലുള്ളത്. നമ്മളൊക്കെ ദേഹത്തി ആടി കയറിയിട്ട് അവിടെ നഗരെല്ലാം കൊണ്ട് ദേഹം മൊത്തം മുറിക്കുന്ന പണിയാണ്. ചെറുക്കൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തും ചാടി കയറും. സന്തോഷം കൊണ്ട് ചെയ്യുന്ന, പക്ഷെ നമുക്ക് ദേഹം മുറിയും. അവരുടെ കൂടെ മോനും കൂടി നമുക്ക് സിദ്ധാർത്ഥം പോച്ച വരച്ച് കൊടുക്കുന്ന വെല്ല മേടിച്ചുകൊണ്ട് പോകും. പിള്ളേന്മാരെല്ലാവരും കൂടെ വൃത്തിയാക്കും. മോൻ പറിച്ചു കൊടുക്കുക, കൊണ്ട് കളയാനെന്നും പറഞ്ഞു. ഇയാളെല്ലാം പറിച്ച് വൃത്തിയാക്കി കളിക്കുക. ഉണ്ട്, എല്ലാവരും ഉണ്ട്, മക്കളുമാരെല്ലാവരും ഉണ്ട്. പങ്കിയുടെ ഒരു കുറവുണ്ട്. പങ്കിയുടെ കുറവെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തോണ് കണ്ട് കടിച്ചു കൊണ്ട് കളയാൻ പോകുന്നു. ഇതെല്ലാം മേടിച്ച് കൊണ്ട് കളയുന്നു. നോക്കും കൊണ്ട് കളയുന്ന പറഞ്ഞാൽ അവൻ കൊടുക്കുന്നത്. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ഇല്ലെങ്കിൽ മൊത്തം ചെളിയും അലമ്പും പൊളിയുമാണ്. പിള്ളേർക്കൊന്നും ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റാത്ത രീതി. പിങ്കിച്ചാണ് മാറുന്നില്ലെന്നു നോക്കി. അവളത് മൊത്തം വൃത്തിയാക്കിയിട്ടാണ് മാറുന്നത്. ഡോണിന് ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ വിളിച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അവനെ കുറച്ച് നേരം നിന്ന് ചോറ് തിന്നത്തോളൂ. പിന്നെ അവനങ്ങ് ഇരിക്കും. ഇരുന്നോണ്ട് കിടന്നോണ്ടാ ചോറ് തിന്നത്തോളൂ. അവൻ്റെ അവൻ്റെ വെയിറ്റ് അവൻ്റെ കാല് താങ്ങുന്നില്ല എന്നുള്ള രീതി വെച്ചിട്ട് അവനങ്ങനെ ചെയ്യുന്നത്. പിന്നെ വിശപ്പ് ആണെങ്കിൽ ഈ പിള്ളേരുടെ അടുക്കല്ല ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നുണ്ടേ, എല്ലാ പിള്ളേരുടെ അടുക്ക പോയിട്ട് അവനെ അങ്ങ് കഴിക്കും. കഴിച്ച് കിടക്കട്ടെ, കുഴപ്പമില്ല. നമ്മൾ ആളില്ല, ആളും പേരും ഇല്ല, നോക്കാനും കാണാനും അറിയില്ലെന്ന് പറയത്തില്ലല്ലോ. അവർ കഴിച്ച് നല്ല ഇതായിട്ടിരിക്കട്ടെ. ഇനി വെല്ലേ പിടിച്ച് കൂട്ടിയിട്ട് ചോറ് കൊടുക്കുക. വെല്ലേ കൂട്ടാതെ ചോറ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും ചോറ് തട്ടിക്കളയാണ്. ചില തെറിച്ച പിള്ളേരുടെ സ്വഭാവമാണ്. നമ്മൾ വിളമ്പാൻ സമ്മതിക്കത്തില്ല, വിളമ്പി വെച്ചു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാം തട്ടിമറിച്ചെടുത്ത് കളയുന്ന പരിപാടിയാണ്. പങ്കിച്ച് കറങ്ങി കറങ്ങി നടക്കുക. ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോയിടത്ത് ഞാൻ വിളിച്ചോണ്ട് വരിക കേട്ടോ. നമ്മൾ വേലി വിട്ട് പോകാൻ നോക്കിയിരുന്ന് പിടിച്ചോണ്ട് വരിക. അതുകൊണ്ട് പിന്നെയും പോകുന്നുണ്ടോ, ആ കാട്ടിൽ കൂടെ കയറി ആ വേലിയുടെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. അവൾ പിന്നെയും പോവുക. ഇനിയിപ്പോൾ പള്ളു പറഞ്ഞ് അടി കൊടുത്ത് വിളിച്ചോണ്ട് വരാൻ പറ്റത്തുള്ളൂ. പോവുക, കണ്ട ചാടി പോകാനുള്ള പരിപാടിയാണ്. അവൾ അതിൻ്റെ ഇടയിലോട്ട് പോകുന്ന ആ വേലിയുടെ ഇടയിൽ കൂടെ പോകാനാണ്.
അവിടെ മതിൽ പൊട്ടിക്കിടക്കും, അതുകൊണ്ടാണ് അതിലെ കൂടെ പൊയ്ക്കളയും. കൃത്യമായിട്ട് അതിലെ കൂടെ പോകുന്നു. ഇതിന് വേണ്ടി സ്ഥലം കിടക്കുന്നെന്ന് നോക്കിയോ. എന്നിട്ടാ ഇത് ചുള്ളിയും ഈ ഇതൊക്കെ വാരി ഇട്ടേക്കുന്ന അവൾ കയറാതിരിക്കാനോ, എന്നിട്ടും അവൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകും. അത് അടി കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇനി അതാ ഒരു കൊഞ്ഞടി കൊടുത്തു, അല്ലെങ്കിൽ അവൾ പോകും. അവൾ അങ്ങോട്ട് കയറിപ്പോണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ സ്ഥലം വിടാൻ വേണ്ടി തന്നെ പോവുക. ഇതുകൊണ്ടാണ് അഴിച്ചു വിടാന്ന് പറഞ്ഞാലും ഞാൻ അഴിച്ചു വിടാത്തത്. പിന്നെ എവിടെയും തിരക്കി നടക്കണ്ടേ, നമ്മൾ പഞ്ചായത്ത് മൊത്തം നടക്കണം. പിന്നെ ഒരു കൊച്ചടി കൊടുത്തപ്പോൾ അവൾ ഓടി. കറങ്ങിയിട്ടൊക്കെ ഇനി വരുമെങ്കിൽ കുഴപ്പമില്ല. ഇനി അവളെ നോക്കണ്ട, അവൾ പോയാൽ പിന്നെ നാളെ വരുത്തോളൂ. നമ്മൾ തിരക്കിവിടെ എല്ലാം നടക്കണ്ടേ. അതുകൊണ്ടൊക്കെ നമുക്ക് കുറേ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ കുറേ പേരൊക്കെ അഴിച്ചു വിടാത്തത്. ഡോണും ബെല്ലയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, അവരത്ര ഇതായിട്ട് പോകത്തില്ല. ഇതിനൊക്കെ നമ്മുടെ കാക്ക വന്നു. കാക്ക ചോറുന്ന സമയമാകുമ്പോൾ കൃത്യമായിട്ട് വരുന്നു. നമ്മളെ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഉണ്ട് കാക്ക. ചില സമയത്ത് കൂട്ടുകക്ഷികളൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. വെല്ലയുടെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വെല്ലയ്ക്ക് ചോറ് വെച്ചെടുത്ത് കുറച്ചൊക്കെ കഴിച്ചിട്ട് കിടക്കുക. എന്താ കൈയൊക്കെ ചോദിക്കുന്നതായിരുന്നു എൻ്റെ. ഇതെല്ലാം നമ്മൾ പറഞ്ഞാൽ കഴിയില്ല. ചോറ് തിന്നാൻ പറഞ്ഞാൽ ചോറ് തിന്നുക. എൻ്റെ ഇട ചൊട്ടി കിടക്കുന്നുണ്ട് വെല്ലയുടെ. വണ്ണം വെക്കുമെന്നൊക്കെ പറഞ്ഞാലും ശരി, ഇവർക്ക് ഇങ്ങനെ ഇടയൊക്കെ ചൊട്ടി കിടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അത് ഈ ടൂളൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടായി ഈ ഡോണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. കാക്ക ചോറ് തിന്നാത്ത എന്താണെന്ന് ചോദിക്കുക. എന്താ കാക്കച്ചി അതൊന്നും ഞാൻ പറയുന്നതൊക്കെ ആൾ കേൾക്കുക. ചോറ് വെച്ചില്ലായിരുന്നു. കാക്കച്ചിയുടെ പാത്രത്തിൽ ചോറൊന്നും ഇട്ടില്ല, മറന്നുപോയി. ചോറെടുത്ത് വെച്ച് കൊടുക്കാൻ മതിലിൻ്റെ മേളിൽ വന്നിരുന്ന് ഡോണ് ചാടി പിടിക്കാന്നും പറഞ്ഞ് പേടിച്ച് മേളിയിരിക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കണ്ടിട്ട് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, സന്തോഷം. ഇപ്പം നമ്മൾ പിള്ളേരുടെ വീഡിയോ മാത്രമേ കുറേ നാൾ കൊണ്ട് ഇടുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിനൊന്നും പോകാൻ ഈ പറഞ്ഞ പോലെ ഇവരെ വിട്ടിട്ട് പോകാനോ ഒന്നും സമയം ഒന്നിനും കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ച് നാളെന്തായാലും ഇവരുടെ കാര്യമൊക്കെ നോക്കി ഇവരൊന്നൊരു ഇതാകട്ടെ, ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരെ നോക്കേണ്ടതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇവരെ ഒന്ന് നേരെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം. പാത്രം ഞങ്ങൾ ചോറിന് എടുത്ത് താഴെ വെച്ച് കൊടുത്തേ. നമ്മൾ പോകുമ്പോൾ ഇല്ലേ തട്ടി മതിലിൻ്റെ അപ്പുറത്ത് പോയാൽ പിന്നെ അതിനടുത്തോണ്ട് വെച്ച് കഴിക്കുന്നതുകൊണ്ട് കാക്ക ശീജമ വരച്ച അന്ന് തൊട്ടുണ്ട്. കാക്ക അന്ന് അവിടെ വന്നെങ്കിൽ ഭയങ്കര വേളമായിരുന്നു. പിറ്റേന്ന് തൊട്ട് ചോറ് വെച്ച് കൊടുക്കാൻ തുടങ്ങിയതാണ്. കൃത്യമായിട്ട് ആ സമയത്ത് വരും. ഈ ഒരു കാക്കയെ വരുത്തോളായിരുന്നു. പിന്നീട് ഇപ്പം ഇടയ്ക്കൊക്കെ 5-6 കാക്കകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കാക്ക സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ട്. പേടിയൊന്നും ഇല്ലാതെ എവരുടെ അടുക്കെ പോയി അവരെ പാത്രത്തിൽ നിന്നൊക്കെ എടുത്ത് തിന്നും. ഞാൻ കാക്കയുടെ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സിദ്ധാർത്ഥ എല്ലാവർക്കും വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. ഇനി പോകാമെന്ന് വിചാരിച്ചു. മോന് ട്യൂഷനുള്ളതാണ്, 3 മണിക്ക് ട്യൂഷന് വന്നതാണ്.
മെനങ്ങാന്ന് നമ്മൾ പിന്നെ ലൈവ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ട്യൂഷൻ്റെ സമയം കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു. ഇവിടുന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 3:45 ട്യൂഷന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നേരത്തെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കുവാ ഞാൻ, ട്യൂഷന് പോകണം. സിദ്ധാർത്ഥ് ഈ പിള്ളേരുടെ വീട്ടൊക്കെ ഉഴപ്പാണ്. സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, തറ വെക്കാതെ കൊണ്ടു നടക്കുന്ന പണിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഒരു നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം പിള്ളേരുമായിട്ട്. ഓക്കെ, ബൈ.